പ്രധാന വാർത്തകൾ. രാജ്യം കടന്നുപോകുന്നത് നീതികെട്ട കാലത്തിലൂടെയെന്ന് രാഹുൽ ഗാന്ധി. We are going through a period of great injustice in India. Social, economic and political injustice. മോദിക്കും ആർഎസ്എസിനും മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ല. രാജ്യത്തെ സ്വത്ത് ഒരു വിഭാഗത്തിൽ മാത്രം ചുരുങ്ങിപ്പോയെന്ന് വിമർശനം. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ ആവേശ തുടക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് കെ ശൈലജ. സ്ത്രീകൾ മുഖ്യമന്ത്രിയാകുന്നതിന് തടസ്സമില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട കാര്യമില്ലെന്നും ശൈലജ. പിണറായി വിജയൻ സൂര്യനെ പോലെ എന്ന പരാമർശം വ്യക്തിപൂജയല്ലെന്ന് എം വി ഗോവിന്ദൻ. ഉദ്ദേശിച്ചത് ഒരു അന്വേഷണ ഏജൻസിക്ക് പിണറായിക്ക് അടുത്തെത്താൻ കഴിയില്ല എന്ന്. വീണ വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തിൽ പാർട്ടിക്ക് ഭയപ്പെടാനില്ല. അന്വേഷണം രാഷ്ട്രീയ പകപോക്കലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. MTക്ക് പിന്നാലെ രാഷ്ട്രീയ വിമർശനവുമായി എം മുകുന്ദൻ. വ്യക്തിപൂജ പാടില്ലെന്ന MTയുടെ വിമർശനം ഉൾക്കൊള്ളണം. വിമർശനത്തോട് സഹിഷ്ണുത കാണിക്കണം. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ ജനങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെന്നും എം മുകുന്ദൻ. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. ശബരിമലയിൽ കനത്ത സുരക്ഷ. അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ ഹെലികോപ്റ്ററും. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയിലെ രണ്ടാം മത്സരത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങും. മത്സരം 7 മണിക്ക് ഇൻഡോറിൽ. പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യ.